പുതിയൊരു ആനിമി കൂടി വന്നിട്ടുണ്ട്, ഹെവൻലി ഡെലൂഷൻസ്. ഈ ഹെൽസ് പാരഡൈസും ചെയിൻസോ മാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആനിമി തന്നെയാണ് ഹെവൻലി ഡെലൂഷൻസ് എന്ന് പറയാം. കുറച്ച് ഫിക്ഷണലാണ്, അല്ലെങ്കിൽ ഒരു സൈഫൈ മോഡലൊരു സാധനം തന്നെയാണ്. എന്താണ് ചെയിൻസോ മാൻ്റെ ഒക്കെ ആ ഒരു പ്ലോട്ട് ഏകദേശം അതിനാണ് സിമിലർ ആയിട്ടുള്ള സാധനമാണെന്ന് പറയും. പക്ഷേ ഇതിൽ കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഏരിയയും അതിൻ്റെ അകത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇപ്പോൾ ഒരു ഫെസിലിറ്റി ഉണ്ട്, ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിനകത്ത് ഉള്ള കുട്ടികൾക്ക് പുറത്തെന്താ നടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ സ്കൂളിലുള്ള 2 ക്യാരക്ടേഴ്സിനെ ഇനീഷ്യലി കാണിച്ച്, അപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സും പുറത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് എങ്ങനെയാണ് ലിങ്ക് ആവുന്നത്. ആ സ്കൂളിന് പുറത്തായിട്ട് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് തന്നെയുണ്ട്. ഏകദേശം ഒരു അപ്പോക്കലിപ്സ് നടന്നൊരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരുപാട് മോൺസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തുള്ള 2 ക്യാരക്ടേഴ്സ്, ഇതിനകത്തുള്ള 2 ക്യാരക്ടേഴ്സ് മെൻ്റലി അവർ തമ്മിൽ കണക്റ്റ് ആവുന്നുണ്ട്. ആരൊക്കെ അവരെ നമ്മൾ സേവ് ചെയ്യാൻ വരുന്നു ഈ ക്യാരക്ടേഴ്സ് ആലോചിച്ചിരിക്കുന്നുണ്ട്. ഇതേ ക്യാരക്ടർ പോലെ റെപ്ലിക്കേറ്റ് പുറത്തുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പുറത്തുള്ള ക്യാരക്ടേഴ്സ് ഇത്തരത്തിലുള്ള കുറേ മോൺസ്റ്റേഴ്സിനൊക്കെ ഫൈറ്റ് ചെയ്യുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു ഷോ ആണ്. തുടക്കം മുതൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കാണിച്ചു തരുന്നുണ്ട്. ഈ ഔട്ട്സൈഡ് വേൾഡിലുള്ള ആനിമേഷനും ഔട്ട്സൈഡ് ഓഫ് ദി ഔട്ട്സൈഡ് വേൾഡിൽ നടക്കുന്ന ആനിമേഷൻസും നല്ല വ്യത്യാസമുണ്ട്. സോ അതെനിക്ക് ഭയങ്കരധികം ഇഷ്ടമായി. കാരണം തുടക്കം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്ത് കോർ ആനിമേഷനാണ്, ഇത് വലിയ രസമൊന്നുമില്ല എന്ന്. പക്ഷേ നേരെ തിരിച്ച് എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ മാപ്പടൊക്കെ കാണുന്ന രീതിയിൽ പോലെയുള്ള, അല്ലെങ്കിൽ വിഡ് സ്റ്റുഡിയോസിൻ്റെ ഒക്കെ കാണുന്ന രീതിയിൽ അത്രയും ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ അവരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ ആനിമേഷൻ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. ആ ഒരു ചേഞ്ച് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടിപൊളിയായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചത്. ദെൻ ഇതിൻ്റെ ഒരു പ്ലോട്ട്, ഈ പ്രിമൈസ് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ചെയിൻസോ മാനായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള അതേപോലെ തന്നെയുള്ള ആക്ഷൻ സീക്വൻസുകളും ഏകദേശം അതേപോലെ ഒരു മോൺസ്റ്റർ സെറ്റപ്പ്, അതിനെങ്ങനെയാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി, അവർ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ജേണി, അതൊക്കെ തന്നെയായിരിക്കും ഈ ഒരു സീരീസിലും കാണിക്കുന്നത്. സോ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൻ്റെ ഒരു വൈബ് തരുന്ന, ഈവൻ നമ്മുടെ ലാസ്റ്റ് ഓഫ് അസ് പോലുള്ള സീരീസുകളൊക്കെ പോലെ തന്നെയുള്ള ഒരു ഷോ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആനിമി തന്നെയാണ് ഈ ഒരു ഹെവൻലി ഡെലൂഷൻസ് എന്ന് പറയാം. ഒന്നല്ല, ആദ്യത്തെ ഒരു 3 എപ്പിസോഡുകൾ ഇതിനോടൊപ്പം തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു 3 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള സാധനമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആനിമീസാണ്. ഞാൻ എങ്ങനെയാണോ ചെയിൻസോ മാനും ഇപ്പോൾ ഈ ഹെൽസ് പാരഡൈസും അതിന് മുമ്പ് ഇറങ്ങിയ ആനിമീസൊക്കെ പറഞ്ഞു, അതേപോലെ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആനിമീസാണ്. സോ ആനിമി കണ്ട് തുടങ്ങിയിട്ടില്ലാത്തവർക്കും തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ആനിമി തന്നെയാണെന്ന് പറയാം. ഇന്ത്യയിൽ ഈ ആനിമി Disney+ Hotstarൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ആനിമി നിങ്ങൾ കണ്ടവരാണെങ്കിൽ ആനിമിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.